നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കുരുക്കായി വീണ്ടും താൻ ഗർഭചിത്രത്തിന് വിധേയയാക്കിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട പെൺകുട്ടിയുമായുള്ള ഓഡിയോ എന്ന് അവകാശപ്പെടുന്ന തരത്തിൽ ചില ഓഡിയോ ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല ചില വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. വാട്സാപ്പ് ചാറ്റ് അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. വീണ്ടും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ്, പ്രത്യേകിച്ച് പാലക്കാട് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും പിന്നെ എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ മാറുന്നത്, അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ തരത്തിൽ മാറുന്നത് എന്നതടക്കമുള്ള ചോദ്യമാണ് പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുന്ന തരത്തിലുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തനിക്കെതിരായി പുറത്തുവന്ന ശബ്ദരേഖയിലെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായിട്ടൊന്നും പുറത്തുവന്ന സന്ദേശത്തിൽ ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശത്തിൽ എന്തിരിക്കുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം. പുറത്തുവന്ന ശബ്ദ സന്ദേശം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അതിൽ എന്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സമയമാകുമ്പോൾ താൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും രാഹുൽ പറഞ്ഞു. പുറത്തുവന്ന ശബ്ദ സന്ദേശം നിഷേധിക്കാനോ അതിൽ വ്യക്തത വരുത്താനോ ഉള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ വീണ്ടും ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പല ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി പറയാതെ ഒഴിയുകയായിരുന്നു. ശബ്ദശകലത്തിൽ ഗർഭചിത്രം സംബന്ധിച്ചുള്ള സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് തന്നെയല്ലേ തിരിച്ചും മറിച്ചുമൊക്കെ 3 മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ടൊന്നും ഇപ്പോൾ പുറത്തു വന്ന സന്ദേശത്തിൽ ഇല്ലല്ലോ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. 3 മാസമായി താൻ പറയുന്ന കാര്യങ്ങളെ എനിക്കിന്നും പറയാനുള്ളൂ. അതായത് അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കും. അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാമെന്നായിരുന്നു രാഹുലിന്റെ ഇന്നത്തെ പ്രതികരണം. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്ന ഓഡിയോയ്ക്ക് രാഹുൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അന്വേഷണം നടക്കട്ടെ, ഒരു ഘട്ടം എത്തുമ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ ഉറപ്പായിട്ടും പറയുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഓഡിയോയും വാട്സാപ്പ് ചാറ്റും രാഹുലിൻ്റെതാണോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ അറിയാൻ ശ്രമിച്ചത്. അതിന് രാഹുൽ നൽകിയ മറുപടി എന്റേതാണെന്നും പറഞ്ഞൊരു ശബ്ദം കൊടുക്കുന്നു. അതിനു മുമ്പ് എന്നെ വിളിച്ച് ഈ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് ചോദിച്ച ശേഷം അത് പുറത്തുവിടുന്നതിന് പകരം വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്ത ശേഷം അത് എന്റേതാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. അതിൽ എന്താർത്ഥമാണുള്ളത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കും. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായി ഒരു പ്രവൃത്തിയും താൻ ചെയ്തിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ നിലയ്ക്ക് തനിക്ക് നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള അവകാശമുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നിയമപരമായ എന്തെല്ലാം പോരാട്ടം വരാനിരിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല തന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നിയമപരമായുള്ള പോരാട്ടങ്ങൾ വരാനിരിക്കുന്നുവെന്നും അതിനൊക്കെ സമയമുണ്ട് എന്നും നിങ്ങൾ എന്തിനാണ് തിരക്ക് കൂട്ടുന്നതെന്നും തിരിച്ചും മറിച്ചും മാധ്യമപ്രവർത്തകർ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. മാത്രമല്ല തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ്. അവിടെ നിരപരാധിത്വം കൃത്യമായി ബോധ്യപ്പെടുത്തും. നിരപരാധിത്വം തെളിയിക്കേണ്ടത് എപ്പോൾ വേണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടത്. അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരുത്തണമെന്ന് താൻ തീരുമാനിച്ചോളാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്നതെന്ന് പറയപ്പെടുന്ന ശബ്ദരേഖയും വാട്സാപ്പ് സന്ദേശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമായ ഒരു ധാരണയുണ്ട്. തനിക്ക് എപ്പോൾ മറുപടി പറയണം, എപ്പോൾ നിയമ പോരാട്ടം നടത്തണം, ഏത് ഘട്ടത്തിലാണ് താൻ പ്രതികരിക്കേണ്ടതെന്നത് തനിക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായിട്ടും നേരത്തെ പുറത്തു വന്ന ആ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ചു എന്ന ആ ഒരു ആരോപണത്തിന് കുറച്ചുകൂടി ബലം നൽകുന്ന തരത്തിലുള്ള കൂടുതൽ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. അതേസമയം നീ ഗർഭിണിയാകണമെന്ന് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്. തന്റെ പ്ലാൻ ആയിരുന്നല്ലോ ഇതെന്നും ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറുന്നതെന്നും യുവതി രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. പാലക്കാട് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാവുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തുവന്ന് അക്ഷരാർത്ഥത്തിൽ MLA വെട്ടിലായിരിക്കുന്നത്. നമുക്കറിയാം BJP DYFI അടക്കമുള്ളവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവുമാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു MLA പാലക്കാടിന് ആവശ്യം
ആവശ്യമില്ല, ഈ MLA പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ഈ MLA എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് BJPയും DYFIയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഴിച്ചുവിട്ടത്. പക്ഷേ ആ ഒരു പ്രതിഷേധങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിൽ സജീവമാവുകയും തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് ഏതാണ്ട് ആ വിഷയങ്ങളൊക്കെ, അതായത് തനിക്കെതിരെ വന്ന ആരോപണങ്ങളെയൊക്കെ ഒരു പരിധി വരെ അതിജീവിച്ച്, അല്ലെങ്കിൽ ഒരു പരിധി വരെ അതിനെല്ലാം ഒതുക്കി വരിക, അല്ലെങ്കിൽ ആ ഒരു വിഷയം ഒന്ന് ചർച്ചയാവുന്നത് മാറി തന്റെ മണ്ഡലത്തിൽ MLA എന്ന രീതിയിൽ താൻ സജീവമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടിവെട്ടേറ്റ് ഏൽക്കുന്നത് പോലെ ഇപ്പോൾ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വിടുന്നതിന് മുമ്പ് തന്നോട് ചോദിച്ചോ, ഇത് തന്റേതാണെന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുന്നു, അപ്പോൾ താൻ പിന്നെ എന്ത് മറുപടിയാണ് പറയാനുള്ളതെന്ന ഒഴുക്കം മട്ടിലുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഈ വിഷയത്തിൽ കിട്ടിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തതയൊക്കെ വരേണ്ടതായിട്ടുണ്ട്. ഈ ഫോൺ സംഭാഷണത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്കൊന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് നാളെ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പെൺകുട്ടിയോട് ചോദിക്കുകയാണ്. പെൺകുട്ടിയുടെ മറുപടി, ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്, തനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാനെന്ന് പെൺകുട്ടി മറുപടി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എവിടെ പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. അപ്പോൾ പെൺകുട്ടിയുടെ മറുപടി, എനിക്ക് ആകെ വയ്യാതിരിക്കുകയാണ്, എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്താണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി, എന്റെ പൊന്നു സുഹൃത്തെ, താനാദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുമെന്നും എനിക്ക് ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമേ അല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ മറുപടി, എന്ത് ഡ്രാമ എന്നാണ് പറയുന്നത്, എനിക്ക് വയ്യാതിരിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി, നിന്റെ ഈ വർത്താനം ഒന്ന് ആദ്യം നിർത്തുമെന്നായിരുന്നു. അപ്പോൾ പെൺകുട്ടി, എനിക്കിത് ചെയ്യാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറയുന്നത്, ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയല്ലോ, എനിക്കൊരു അല്പം സമയം താ എന്നല്ലേ, പിന്നെ 3 ദിവസമായിട്ട് പ്രശ്നമൊന്നുമില്ല, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു, പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂട് വന്നത് എന്തിനാ എന്ന് രാഹുൽ ചോദിക്കുന്നു. പെൺകുട്ടിയുടെ മറുപടി, എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്, എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല എന്നും പെൺകുട്ടിയുടെ മറുപടി. അതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി, നീ ഈ ഡ്രാമ ഒന്ന് നിർത്ത്, ഈ 1-ാം മാസത്തിൽ എന്തൊക്കെയാ ഉണ്ടാവുക എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ചുമ്മാ അങ്ങ് ഡ്രാമ കാണിക്കുകയാണെന്ന് രാഹുലിന്റെ മറുപടി. അതിന് പെൺകുട്ടി നൽകുന്നത്, നിങ്ങൾ കുറെ പേരെ കണ്ടിട്ടുണ്ടാകും, എനിക്ക് എന്റെ കാര്യമേ അറിയൂ, ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന ഒരു മറുപടി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, താൻ ആദ്യം ഹോസ്പിറ്റലിൽ പോകും എന്നിട്ടില്ലേ ബാക്കി കാര്യങ്ങൾ എന്ന മറുപടി നൽകുകയാണ്. പെൺകുട്ടി, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുന്നത്, ഇത് ആരുടെ പ്ലാൻ ആയിരുന്നു, എൻ്റെ പ്ലാനാണോ, ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനാണോ, നിങ്ങൾ എന്തിനാണ് ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് പെൺകുട്ടി ചോദിക്കുന്നു. അപ്പോൾ രാഹുലിന്റെ മറുപടി, നീ മാനേജ് ചെയ്യുന്നുണ്ടേ, മാനേജ് ചെയ്തോ, എനിക്കിതിൽ ഒരു ഇഷ്യൂമില്ല എന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നത്, എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ല നിനക്കില്ലാത്ത പ്രശ്നം എന്താ എനിക്കെന്ന ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ അവരുടെ ആ ഒരു സംസാരം നീണ്ടുപോവുകയാണ്. ഈ പുതിയ ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നത് എങ്ങനെയാണ് അതിജീവിക്കാൻ പോവുക, പ്രത്യേകിച്ച് VD സതീശന്റെ ഒരു നിലപാടൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ തുടക്കം മുതൽ കണ്ടതാണ്. അതായത് രാഹുലിനെ പൂർണ്ണമായും കൈയൊഴിയുന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് VD സതീശൻ തുടക്കം മുതൽ സ്വീകരിച്ചത്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം അറിയേണ്ടതായിട്ടുണ്ട്. ഈ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ കൂടുതൽ ഓഡിയോ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ എന്താണ് ഷാഫി പറമ്പിലിന്റെ ഒരു നിലപാട് എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണത്തിനെപ്പറ്റി, ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോയെപ്പറ്റി താൻ അറിഞ്ഞില്ല, അതിന്റെ കൂടുതൽ വിവരങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് പ്രതികരണങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. തീർച്ചയായിട്ടും കൂടുതൽ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ ഓഡിയോ കൂടി പുറത്തു വന്ന ഈ സ്ഥിതിക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി BJPയും CPMഉം എടുക്കുമോ, കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുമോ എന്ന ചോദ്യം നിലവിൽ ഉയരുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഇപ്പോൾ പുറത്തു വന്ന ഓഡിയോ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, അതായത് കോൺഗ്രസിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഇത് മാറ്റപ്പെടുമോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.